ഹലോ. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം, അതായത് ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് 9 വർഷങ്ങൾക്ക് ശേഷം, ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് വെച്ചിരുന്ന ഒരു കാര്യം സാധിച്ചു. വാട്ട് ഇസ് ദാറ്റ്? അതൊരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സാധനമാണോന്ന് അറിയില്ല. ബട്ട് യെസ്, ഫോർ മീ ഇറ്റ് വാസ് എ ബക്കറ്റ് ലിസ്റ്റ് തിങ് ടു ഗോ ആൻഡ് ഹാവ് ഫുഡ് അറ്റ് ബാർബിക്യൂ നേഷൻ. വന്നപ്പോൾ തൊട്ട് പല ഫ്രണ്ട്സൊക്കെ അവരുടെ ഫാമിലി ആയിട്ടോ അങ്ങനെ പോകുന്നതിൻ്റെ ഒക്കെ നമ്മൾ സ്റ്റോറീസ് ഒക്കെ കേൾക്കാറുണ്ട്. ബാർബിക്യൂ നേഷനിൽ പോകുന്നത്, ഗ്രില്ല് ലൈവായി കഴിക്കുന്നത്, അങ്ങനെയൊക്കെ. ഫ്രം ദാറ്റ് ടൈം ഇറ്റ് വാസ് എ ബക്കറ്റ് ലിസ്റ്റ് തിങ് ഫോർ മീ. ആൻഡ് ഫൈനലി ആഫ്റ്റർ 9 years ഐ കുഡ് ഡു ഇറ്റ്. ഞാൻ പോയി ഇന്ന്. വാലന്റൈൻസ് ഡേ ആയിക്കൊണ്ടിട്ട് എന്തായാലും കെട്ടിയവനൊന്നും കൂടെ ഇല്ല. പിന്നെ ആരുടെ കൂടെ പോയി സെലിബ്രേറ്റ് ചെയ്യും ഗൈസ്? അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് ഒരളിയനും അനിയനും നാത്തൂനും ഉണ്ടല്ലോ. അങ്ങനെ അവരെയും കൂട്ടി ഞാൻ പോയി ബാംഗ്ലൂർ കോർമംഗലിലെ ബാർബിക്യൂ നേഷനിൽ പോയി. അവിടെ പോയി ഞങ്ങൾ അടിച്ചു പൊളിച്ച് കഴിച്ചു വന്ന ഗൈസ്. എന്റെ ഐസ്ക്രീം ബൗൾ കണ്ടിട്ട് അവരെന്നെ ആക്കുന്നതാണ് ഞാൻ ഈ ചിരിക്കുന്നതിന്റെ കാരണം കേട്ടോ. നീ ഉള്ള പൈസ മുഴുവൻ മുതലാക്കാൻ പാകുന്ന ഐസ്ക്രീം എടുത്തല്ലോ എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബട്ട് എവറിഥിങ് വാസ് നൈസ്. എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ച് കഴിച്ചു, ആഘോഷമായി കഴിച്ചു ഗൈസ്. ചിക്കൻ വന്നു, ഫിഷ് വന്നു, പ്രോൺസ് വന്നു, മട്ടൺ വന്നു, പൈനാപ്പിൾ വരെ ഞങ്ങൾ ചോദിച്ച് വാങ്ങി കഴിച്ചു. പൈനാപ്പിൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, ഒട്ടും ഒരു രക്ഷയില്ല. സോ പൈനാപ്പിൾ വാസ് ദ മോസ്റ്റ് ഡിമാൻഡഡ് തിങ് from us. So we had nicely the food. It was nice. കഴിച്ച് അവിടെ ഞങ്ങൾക്ക് മത്ത് പിടിച്ച അവസ്ഥയായി. ഡ്രിങ്ക്സ് ഒന്നും കഴിക്കേണ്ട ഒരു ആവശ്യം വന്നില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അതിന് മുന്നേ തന്നെ കംപ്ലീറ്റ്ലി മത്ത് പിടിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറെ നേരം എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞ് ചിരിച്ചു. ഓരോ ടൈം വയറ് ഫുള്ളായി തോന്നുമ്പോഴും ഒരു 5 മിനിറ്റ് ചിരിച്ചു. ഞങ്ങൾ റിലാക്സ് ചെയ്ത ശേഷം പോയി അടുത്ത സാധനം എടുത്തത്. അങ്ങനെയാണ് ഞങ്ങളുടെ മെയിൻ കോഴ്സും ഡെസേർട്ടും ഒക്കെ ഫിനിഷ് ചെയ്തത്. പൈനാപ്പിൾ 4-5 സ്റ്റിക്ക് പൈനാപ്പിൾ ആണ് ഞങ്ങൾ പിന്നെ അങ്ങനെ ഓർഡർ ചെയ്ത് ലാസ്റ്റ് വന്ന കേട്ടോ. ഇതോടുകൂടെ ഞങ്ങൾ നിർത്തി. പിന്നെ ഇറ്റ് വാസ് വെരി നൈസ് ആക്ച്വലി. നല്ലതാണെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ പോയി സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു ടൈം വെരി നൈസ് ആണ് ആക്ച്വലി. ഭക്ഷണം മാത്രം എവിടെ കാണാത്തോണ്ടല്ലേ മുന്നേ എങ്ങനെയാണ് അതായത് കാണിച്ചു തരണമെങ്കിൽ അപ്പുറത്തെ ടേബിളിൽ കാണിച്ചാണ് മുമ്പിരുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ വന്നതും നിന്നതും എല്ലാം ഒരുപോലെ ആയാലും എങ്ങനെയല്ലേ? സോ അതാണ് ഈ കാണുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.